KCL മൂന്നാം സീസൺ ഗംഭീരമായി മുന്നോട്ട് പോവുകയാണ്. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട ശേഷം ഏരീസ് കൊല്ലം സെയിലേഴ്സ് രണ്ടാമത്തെ മത്സരത്തിൽ ഒരു ഉഗ്രൻ തിരിച്ചുവരവ് നടത്തിയത് നമ്മളിന്ന് കണ്ടു. എനിക്കൊപ്പം ഏരീസ് കൊല്ലം സെയിലേഴ്സിൻ്റെ ഉടമ ശ്രീ സോഹൻ റോയ് ചേരുകയാണ്. വെൽക്കം സർ. ഞങ്ങൾ ഇത്തവണ KCLനൊപ്പമുള്ള ഞങ്ങളുടെ യാത്രയ്ക്കിടയിൽ ഇത്തവണ കൊല്ലം ഒരു തിരിച്ചുവരവ് നടത്തും എന്നുള്ളൊരു പ്രതീക്ഷ കൊല്ലത്ത് തന്നെയുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞു. കൊല്ലം ടീമിനോട് എന്തോ ഇഷ്ടമുണ്ട് ആളുകൾക്ക്. അത് ഈ യാത്രയിലും ഒക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ കണ്ടതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, സാർ എങ്ങനെയാണ് ഈ ക്രിക്കറ്റിലേക്ക് എത്തിയത്? ക്രിക്കറ്റ് ഇത്രമാത്രം ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ? ഇല്ല, എനിക്ക് സ്കൂൾ ലെവൽ തൊട്ട് എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ പ്രീ ഡിഗ്രി സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി. ഞാൻ കളിക്കിടയിൽ തന്നെ ബോൾ വന്ന് എൻ്റെ ഫേസിലടിച്ചിട്ട് ഫുൾ പല്ല് അങ്ങ് ഇളകി. ഞാൻ അന്ന് ബ്രേസസ് ഇട്ട് ചെയ്ത. അതിനുശേഷം ആ ഒരു 5 years ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഒരു രൂപത്തിലേക്ക് വന്നത്. അതിനുശേഷം ഞാൻ ക്രിക്കറ്റ് കളിക്കാനില്ല, കാര്യം ഡേഞ്ചറസ് ആണ്. ഇനിയൊരു ബോളൂടെ ഇത് താങ്ങാത്തില്ല പല്ല്. അതുകൊണ്ട് ഞാൻ പിന്നെ കളത്തിന് പുറത്തായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങളുടെ സ്ഥാപനം ആക്ച്വലി ഇത്ര സക്സസ്ഫുൾ ആവുന്നതിൻ്റെ മെയിൻ റീസൺ ക്രിക്കറ്റാണെന്ന് എനിക്ക് അടിവരയിട്ട് പറയാൻ പറ്റും. കാര്യം മിക്കവാറും ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിങ് എല്ലാ ഡിവിഷൻ ഹെഡ്സും എക്സ് ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻസാണ്. അവരറിയാതെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ക്രിക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്ന കാര്യം എനിക്ക് ഇവരുടെ പെർഫോമൻസിൽ നിന്നാണ് മനസ്സിലായത്. കാര്യം ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് നല്ലൊരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 10-25 ക്വാളിറ്റീസ് വേണം. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, നല്ല ഫിസിക്കലി യു ഷുഡ് ബി ഫിറ്റ്. ഒരു ജെന്റിൽമാൻ ഗെയിമാണിത്, അടിപിടിയൊന്നുമില്ലല്ലോ. ലോഗിങ് സിസ്റ്റം ഇൻഡസ്ട്രിയിലെല്ലാം IAS സിസ്റ്റത്തിൽ ലോഗിങ് ഉണ്ട്. അനലിറ്റിക്കൽ മൈൻഡ് വേണം ഈ റൺ ചേസിങ്ങിന് വേണ്ടി. നമുക്ക് ടാർഗറ്റ് ഓറിയൻറ്റഡ് ആണല്ലോ. ഒരു മാസം എത്ര ടാർഗറ്റ് ഉണ്ട്, ക്രിക്കറ്റിനും അതേപോലെയാണ് പോകുന്നത്. പിന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റ്സ് ഉണ്ട്, ഡിസിഷൻ മേക്കിങ്, നമ്മുടെ സ്ട്രാറ്റജി മാറ്റുന്നതിനെക്കുറിച്ച്, ഡ്രസ് കോഡ്, സേഫ്റ്റി മെഷേഴ്സ്. അങ്ങനെ ഒരു ടീം ലീഡറിന് വേണ്ടതൊക്കെ നിങ്ങളൊരു ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരു 5 വർഷമെങ്കിലും ക്രിക്കറ്റ് കളിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ടീമിനകത്തുള്ള മിക്കവാറും എല്ലാവരും ഇപ്പോൾ ഉള്ള ടീമിലുള്ളവരും പല ക്യാമ്പസിലെയും ക്യാപ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഭാവി ഇൻഡസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ഇവർ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ലീഡേഴ്സായിട്ട് മാറും. ക്രിക്കറ്റിലുള്ള ഏറ്റവും വലിയ ഗുണം വെച്ചാൽ നമ്മൾ ഇത്രയധികം ടീം മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന വേറൊരു ഗെയിമില്ല. ഒരു നല്ല ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെല്ലാം കൂടെ അപ്രീഷിയേറ്റ് ചെയ്യും, നന്നായിട്ട് ബാറ്റ് ചെയ്യുക അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പം ഇൻഡസ്ട്രിയിൽ നമുക്ക് നല്ല ലീഡറിന് വേണ്ടത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. പിന്നെ ഈ ക്രിക്കറ്റ് കളിച്ച് തോറ്റതിൻ്റെ പേരിൽ ഇന്നുവരെ ആരും പോയി ആത്മഹത്യ ചെയ്തിട്ടില്ല. ശരിയാണ്, ആ സ്പോർട്സ്മാൻ എവിടെ ഉണ്ട്. അപ്പോൾ പരാജയം വിജയത്തിൻ്റെനോടൊപ്പം തന്നെ ഉള്ളതാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ട്. പരാജയപ്പെട്ടാലും നാളെ നമുക്ക് വിജയിക്കുന്നുള്ള പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പം ഈ ഒരു മെസ്സേജ് അക്കാഡമീസിലേക്ക് നമുക്ക് കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഈ ക്രിക്കറ്റിന് വേണ്ടി ഇത്രയും സമയവും പണവും എല്ലാം ചിലവഴിക്കുന്നത്. ഞങ്ങളുടെ ഒരു വിഷൻ അനുസരിച്ചിട്ട് നമ്മൾ കേരളത്തിൽ ഫോക്കസ് ചെയ്യുകയാണ്. പക്ഷേ അത് നാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകണം. ഞങ്ങൾ ഈ വർഷം വൈഭവ് ഹണ്ട് സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിലെ ഏറ്റവും വൈഭവം ഞങ്ങൾ കണ്ടെത്തി ഓൾറെഡി. കേരള ചാപ്റ്റർ തൃശ്ശൂർ എന്ന പയ്യനാണ്. അടുത്ത വൈഭവമാണ്, ഉറപ്പാണ്. 14 വയസ്സേ ഉള്ളൂ. ഇനിയിപ്പം മറ്റ് സ്റ്റേറ്റ്സിലെല്ലാം നടക്കുന്നുണ്ട്. നാഷണൽ ഫൈനൽ ബാംഗ്ലൂരിൽ വെച്ചിട്ടുണ്ടാകും. 6 മാസത്തിനുള്ളിലാണ് ഫൈനൽ വരുന്നത്. അപ്പം അതിലൂടെ പ്ലേയേഴ്സിനെ നമുക്ക് കണ്ടെത്തണം, അവർക്ക് അവസരങ്ങൾ കൊടുക്കണം, അവരെ കൊണ്ടുവരാൻ ശ്രമിക്കണം. റെഗുലറായിട്ട് സ്കൂളിലെല്ലാം ക്ലബ്സ് തുടങ്ങണതില്ല. ഈ ക്ലബ്സിൽ തുടങ്ങിയിട്ട് ഈ ക്ലബ്ബിലുള്ള കുട്ടികളെല്ലാം നമുക്ക് ഈ സ്റ്റേഡിയം നിറയ്ക്കണം. അപ്പം ഒരു ക്ലബ്ബ് ഫോം ചെയ്താലേ അവർക്ക് സ്റ്റഡി ടൂർ പോകുന്ന പോലെ ഈ ഗെയിം നടക്കുമ്പോൾ അവർക്കൊരു ബസ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആ ക്ലബ്ബിലെ മെമ്പേഴ്സിനെല്ലാം വരാൻ പറ്റും. അങ്ങനെ വേണം നമ്മുടെ ഈ സ്റ്റേഡിയം. ഒരു 5 years കഴിഞ്ഞിട്ടുള്ള KCLന്റെ മാച്ച് നടക്കുമ്പോൾ നമ്മുടെ സ്റ്റേഡിയം ഫുള്ളായിരിക്കണം. കാര്യം ഈ ഒരു ക്രിക്കറ്റിൻ്റെ വിജയത്തിന് കളി മാത്രം നടന്നാൽ പോരാ, കാഴ്ചക്കാരനോടുണ്ടാവണം. സ്റ്റേഡിയം നിറയുന്നതിന് പ്രൊപ്പോർഷണലായിട്ടാണ് ഇതിൻ്റെ വ്യൂവർഷിപ്പ് എല്ലായിടും കൂടുന്നത്. അപ്പം എല്ലാ രീതിയിലും എന്നാലേ സ്പോൺസേഴ്സ്, ഇപ്പോൾ ഇതിനു വേണ്ടി പണം മുടക്കുന്ന സ്പോൺസേഴ്സിനാണെങ്കിലും അവർക്ക് വേണ്ടത് എന്താണ്, ഇത് കാണാൻ ആളില്ലെങ്കിൽ ഈ സ്പോൺസർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ക്രിക്കറ്റ് വരുന്നത്. അതുമല്ല, ഇപ്പം ഈ ഒരു തലമുറ ദേ ആർ സോ ബ്ലെസ്ഡ്. അവർക്ക് ഈ IPL വന്നു. ഇപ്പോൾ IPLലേക്കുള്ള സെലക്ഷൻ മുഴുവൻ നടക്കുന്നത് ഇതുപോലുള്ള ലീഗ് വഴിയാണ്. അപ്പോൾ അവർക്ക് കറക്റ്റ് റൂട്ട് അറിയാം, അവസരങ്ങളുണ്ട്, ഒരുപാട് സ്റ്റേഡിയംസ് വരുന്നുണ്ട്. അപ്പം ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈവൻ ഞങ്ങളുടെ കമ്പനിക്ക് തന്നെ ലീഗുണ്ട്, അവിടെയും ഓപ്ഷൻ ഉണ്ട്. എല്ലാം ഇവിടെ നടക്കുന്ന അതേ പ്രൊഫഷണലിസത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം ഇവരെല്ലാം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ മിക്കവാറും എല്ലാവരും പ്രൊഫഷണലി കളിച്ച് വന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു സ്റ്റൈൽ ഒരിക്കലും വിട്ടുപോകാതെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 45 വയസ്സായാലും കളി നിർത്താത്ത ആൾക്കാർ എത്രയോ പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ,
അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പാഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ക്രിക്കറ്റിലേക്ക് ഇറങ്ങിയത്, അല്ലെങ്കിൽ ക്രിക്കറ്റിന് വേണ്ടി സമയവും സമ്പാദ്യവും എല്ലാം ചെലവാക്കുന്നത്. ഓക്കെ, സിനിമയുണ്ട്, മറ്റു ബിസിനസ്സുകളുണ്ട്. അതിനിടയിൽ ഈ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ ഒരു മത്സരത്തിന് വേണ്ടി മാത്രം വന്നതാണ്. ഈ മത്സരത്തിന് ഉച്ചയ്ക്ക് വന്നു, രാത്രിയിലത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോവുകയാണ്. ടീം എങ്ങനെയുണ്ട്? കൊല്ലം ടീമിന് ഏത് തരത്തിലുള്ള മാനസികമായി നൽകുന്ന ഒരു പിന്തുണ അത് എങ്ങനെയാണ് പറയാറ്? ടീം ഉടമ, നമ്മൾ പല IPL മത്സരത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ടീം ഉടമകൾ താരങ്ങളോട് തർക്കിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. പക്ഷേ സോണ്ട്ര എങ്ങനെയാണ് ടീം അംഗങ്ങളോട്? ഇവിടെയുള്ള ഏത് പ്ലേയേഴ്സിനോടും ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യം ഒരു പ്ലെയറെ നമ്മൾ വിചാരിച്ചാലും ചിലപ്പം കിട്ടത്തില്ല. ഈ ഓപ്ഷനകത്ത് നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിച്ച പ്ലേയേഴ്സിനെ നമുക്ക് കിട്ടത്തില്ല, മനസ്സിലായില്ല. കാര്യം ആ റൊട്ടേഷനിൽ വരുമ്പോഴേ നമുക്ക് വരത്തുള്ളൂ, നമുക്കുള്ള ഫണ്ട് അനുസരിച്ചിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പക്ഷേ ഏത് പ്ലെയറോട് ചോദിച്ചാലും അവരെല്ലാം പറയും അവർക്ക് കൊല്ലത്തിൻ്റെ ഭാഗമാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാര്യം കഴിഞ്ഞ 2 സീസണിലും ഫൈനൽ കളിച്ചത് ഞങ്ങളാണ്, ആദ്യത്തെ ചാമ്പ്യൻസ് നമ്മളാണ്, കഴിഞ്ഞ വർഷത്തെ റണ്ണറപ്പ് നമ്മളാണ്. ഇതിനേക്കാളേറെ ജോബ് ഗ്യാരണ്ടി കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക ക്ലബ്ബ് ഞങ്ങളുടെയാണ്. കാര്യം നമ്മുടെ കൂടെ കളിക്കുന്ന ഏത് പ്ലെയറിന് വേണമെങ്കിലും നാളെ റിട്ടയർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 32 വയസ്സിനകത്ത് എപ്പം വേണമെങ്കിലും ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാം. ദറ്റ് ഈസ് വൺ തിങ്. രണ്ടാമത്, പ്രൈസ് മണി എത്ര കിട്ടിയാലും 50% വി ആർ ഷെയറിങ് വിത്ത് ദ പ്ലേയേഴ്സ് ആ ടീമിന് വേണ്ടി. വേറെ ഒരാളും ഇത് ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങളെ സമയങ്ങളിൽ ഇത് പണം ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കുന്നില്ല. ഞങ്ങൾ ഈ വർഷവും ഇഷ്ടംപോലെ കോടികൾ സ്പെൻഡ് ചെയ്താലേ നമുക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനേക്കാളേറെ ഞങ്ങൾക്ക് ഇത് നടത്തുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ, അതാണ് ഞങ്ങളുടെ റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഒപ്പം തന്നെ ഇപ്പം വത്സൽ ഗോവിന്ദനെ പോലുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ, KK ജിയാസിനെ പോലെ വളരെ യങ് ആയിട്ടുള്ള ഒരു കോച്ച്. അപ്പോൾ ഇത് യങ് ബ്ലഡ് ആണ് പെട്ടെന്ന് തിളക്കുക എന്നുള്ളത് കണ്ടിട്ടാണോ? ഇല്ല, അതിനേക്കാളേറെ എൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ CEO പൃഥ്വിരാജ്, ടീമിൻ്റെ CEO. കാര്യം പുള്ളി ആദ്യമായിട്ട് ക്രിക്കറ്റ് കളി പഠിപ്പിക്കുന്നത്, ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്നത് ഞാനാണ്. എൻ്റെ അടുത്തു നിന്നാണ് പുള്ളി ആദ്യമായിട്ട് ക്രിക്കറ്റ് പഠിച്ചു തുടങ്ങുന്നത്. ഞങ്ങളുടെ ഹീസ് എ വെരി ഗുഡ് മെൻറ്റർ. അപ്പം ഈ ഒരു സീസൺ മൊത്തം, ആക്ച്വലി കഴിഞ്ഞ സീസണിലെല്ലാം പുള്ളിയാണ് ഇതിൻ്റെ ജീവാത്മാവും പരമാത്മാവും. അപ്പം പുള്ളിയുടെ ആ ഒരു എനർജിയും പുള്ളിയുടെ ആ ഒരു ഡ്രീംസ് എല്ലാം പ്ലേയേഴ്സിലേക്കും ചെല്ലുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു ടീം സ്പിരിറ്റിൽ അത് ഫസ്റ്റ് മാച്ച് ഞങ്ങളിപ്പം കഴിഞ്ഞ മാച്ച് ഞങ്ങൾ പോയത് ഞങ്ങൾക്കൊരു വിഷമമില്ല. കാര്യം അത് എപ്പോഴും ഒരു പുതിയൊരു ടീം വരുമ്പോഴത്തേക്ക് സെറ്റ് ആവാനായിട്ട് സമയം വരും. പക്ഷെ അത് ഇമ്മീഡിയറ്റ്ലി ഒരു 2 ദിവസത്തിന് മുമ്പ് നടന്ന പരാജയം നമ്മൾ ഇമ്മീഡിയറ്റ്ലി തിരിച്ചു പിടിച്ചില്ലേ. അതും 200 റൺസിൻ്റെ മാർക്ക് നമ്മൾ ക്രോസ് ചെയ്തപ്പം തന്നെ ബാറ്റിംഗ് പെർഫെക്റ്റ് ആണ് നമ്മൾ തെളിയിച്ചു. ഇനിയിപ്പം അങ്ങോട്ടുള്ള കുഴപ്പമില്ല. ഇപ്പോഴത്തെ ടീം സെറ്റായി. ശ്രീശാന്ത് നല്ല ആക്റ്റീവായിട്ട്. ശ്രീശാന്ത് ആക്ച്വലി ഞങ്ങൾ 11 പേരെ വെച്ചല്ല കളിക്കുന്നത്, 12 പേരെ വെച്ചിട്ടാണ്. ശ്രീശാന്ത് ഒരാൾ മതി, പുറത്ത് നിന്ന് കഴിഞ്ഞാൽ മതി ആ ടീമിനെ. 12 ശ്രീശാന്തിന്റെ എനർജി വല്ലാതെ ഗ്രൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു ശക്തി. ഓക്കെ, എങ്ങനെയാണ് ഈ ഏരീസ് കൊല്ലം ഏരീസ് ഗ്രൂപ്പിന്റെ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഇപ്പം കായിക മേഖലയിൽ തന്നെ താങ്കൾ, എനിക്കൊക്കെ നേരിട്ട് അറിയാവുന്ന കാര്യമാണ്, ഒരുപാട് ഗ്രൂപ്പ് മാധ്യമപ്രവർത്തകരെ, സ്പോർട്സ് പേഴ്സണാലിറ്റീസിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് കേരളത്തിന് എന്തെങ്കിലും സംഭാവന കൊടുക്കണം, കാര്യമായി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് നമ്മൾ നിരന്തരം കാണുന്നതാണ്. എന്തോ ഡ്രീം ഉണ്ട് അങ്ങേക്ക് കാര്യമായിട്ട് അതിൽ? ഇല്ല, ഇത് ഈ ക്രിക്കറ്റിൻ്റെ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്, ക്രിക്കറ്റ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ധാരണ ഈ കാണുന്നവർക്ക് പോലും ഇല്ല. ക്രിക്കറ്റ് കളി കാണുന്ന എത്ര പേര് ക്രിക്കറ്റിൻ്റെ നിയമം പഠിച്ചിട്ടുണ്ട്? ഇത് പഠിക്കാൻ 1 മണിക്കൂർ നമ്മുടെ പാഠ്യപദ്ധതിയിൽ പോലും ഇല്ല. 1 മണിക്കൂർ ഞങ്ങളൊക്കെ ഇപ്പോൾ സ്കൂൾസിൽ ചെയ്യുന്നതാണ്. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടുത്തെ കുട്ടികളെ ഇതിൻ്റെ നിയമം പഠിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ബേസിക് ഒരു ക്രിക്കറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് അവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതുപോലും നടക്കുന്നില്ല. ഇതിനേക്കാളേറെ നമ്മൾ കുട്ടികളോട് പറയുന്നത്, കരിയർ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ടാലൻറ്റോ പാഷനോ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ വിരാട് കോഹ്ലി ആവാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതാവാനുള്ള ചാൻസ് 0.001% ആണ്. അതേസമയം ഈ ഇൻഡസ്ട്രിയുടെ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപാട് അനവധി അതർ തൊഴിലുകളുണ്ട്. അതായത് 22 പേര് IPL കളിക്കുന്ന സമയത്ത് 20,000 പേര് ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇവരുടെ മുകളിലേക്ക് തുറന്നു കാണിക്കണം. അതിലൊന്നാണ് ഈ മീഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മീഡിയ ഇതിനോട് കൂടി ചേർന്ന് നിൽക്കുന്നത്. കാര്യം ഇവിടെ നടക്കുന്ന എന്ത് കാര്യവും ജനങ്ങളിലേക്ക് നാളെ എത്തണമെങ്കിൽ ഇപ്പം ടെലിവിഷനിലൂടെ ആണെങ്കിലും, ടെലിവിഷൻ ഈസ് എ മീഡിയ, പത്രത്തിലൂടെ വരുമ്പോഴാണ് ആദ്യം പ്ലേയേഴ്സിനെ ബ്രാൻഡ് ചെയ്തെടുക്കണം. ഈ ഗ്രൗണ്ട് നിറയണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് IPLൻ്റെ ഗ്രൗണ്ട്സ് എല്ലാം നിറഞ്ഞിരിക്കുന്നത്? അതിലെ പ്ലേയേഴ്സ് എല്ലാം ബ്രാൻഡഡ് ആണ്. അവരെങ്ങനെ ബ്രാൻഡായത്? മീഡിയ വിചാരിച്ചുകൊണ്ടാണ് ബ്രാൻഡായത്, അല്ലാതെ അവർ ഗ്രൗണ്ടിൽ വന്ന് കളിച്ചുകൊണ്ട് മാത്രമല്ല. അപ്പം സിനിമയിൽ നായകൻ ബ്രാൻഡ് ചെയ്യപ്പെടുന്നതോടുകൂടി സിനിമ വിജയിക്കുന്നത് പോലെയാണ് ക്രിക്കറ്റ് താരങ്ങൾ ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോഴാണ് ക്രിക്കറ്റ് വിജയിക്കുന്നത്.
അപ്പോൾ അത് വിജയിപ്പിക്കുന്ന ആരാണ്? ഈ മീഡിയയാണ്. പക്ഷേ ഇവരെ ആരും തിരിച്ചറിയുന്നില്ല. എസ്പെഷ്യലി സ്പോർട്സ് മീഡിയാസിലുള്ള ആരെയും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സ്പോർട്സ് മീഡിയാസിന് വേണ്ടി അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി എല്ലാ വർഷവും, ഈവൻ ഞങ്ങൾ സിംബാബ്വേയിൽ വരെ ഇതിൻ്റെ മീഡിയ അവാർഡ്സ് നടത്തിയിട്ടുണ്ട്. അവരെ ഇതിനോടുകൂടി ചേർന്ന് നിൽക്കണം. ഇത് കാണുമ്പോൾ ഇതിലേക്ക് ഈ തലമുറയിൽ ക്രിക്കറ്റിനോട് പാഷനുള്ള എത്രയോ മീഡിയയിൽ താല്പര്യമുണ്ട്, ക്രിക്കറ്റിലും താല്പര്യമുണ്ട്. അവർക്ക് പറ്റിയതല്ലേ സ്പോർട്സ് ജേർണലിസ്റ്റായിട്ട് മാറുന്നത്. അപ്പം അവരെ ഇതിലേക്ക് കൊണ്ടുവരിക. അപ്പം നിങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറയുമ്പോഴത്തേക്ക് ആ തൊഴിൽ മേഖല തുറന്നു കിട്ടും. യെസ്, ഈ KCLന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കേരളത്തിലുടനീളം അങ്ങനെ ഒരു യാത്ര നടത്താൻ തന്ന ധൈര്യവും അതാണ്. ഒരു പക്ഷേ ക്രിക്കറ്റിന് വേണ്ടിയുള്ള ആദ്യത്തെ യാത്രയാണ് കേരളത്തിലെ. തീർച്ചയായിട്ടും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്ര. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ടൈമിനെ എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾ തന്നെ ഒരു ലക്ഷ്യം ഇടുക. ഈ ഒരു യാത്രയുടെ ഒടുവിൽ ഒരു 1000 ക്യാമ്പസുകളിലെങ്കിലും ക്രിക്കറ്റിൻ്റെ ക്ലബ്സ് ഫോം ചെയ്യപ്പെടട്ടെ. അവരോട് പറയേണ്ടത് ക്രിക്കറ്റ് വെറും കളിക്കാനുള്ളതല്ല, അത് കരിയർ ഡിസൈൻ്റെ ഭാഗമാണ്. നാളെ നിങ്ങൾ നിങ്ങളുടെ ഈ അക്കാഡമിക് ജേർണി എന്തിനു വേണ്ടിയാണ്? ഏതോ ഒരു ഇൻഡസ്ട്രി ചെല്ലാനാണ്. ആ ഇൻഡസ്ട്രിയിലെ ഒരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റിന്റെ ലീഡർ ആയി കഴിഞ്ഞാൽ ഇത് രണ്ടും കോറിലേറ്റഡ് ആണ്. ക്രിക്കറ്റ് മൈതാനത്ത് നിന്ന് ലഭിക്കുന്ന അനുഭവം അത് ജീവിതത്തിലും കരിയറിലും ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കാൻ പ്രാപ്തമാക്കും എന്നാണ് ഇന്നലെ സോഹൻ റോയ് പറയുന്നത്. വളരെയധികം നന്ദി. ഈ തിരക്കിനിടയിൽ ഇന്ന് രാത്രി തിരിച്ചു പോകാനുള്ളതാണ്. ഗ്രേറ്റ് സോഹൻ റോയ്. ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആദ്യ മത്സരം 1 പരാജയപ്പെട്ടു. പക്ഷെ അവർ തിരിച്ചു വരികയാണ്. സോഹൻ റോയുടെ കരുത്തിൽ, എസ് ശ്രീശാന്തിന്റെ കരുത്തിൽ, പൃഥ്വിരാജിന്റെ കരുത്തിൽ.